ചാക്കലെന്താ കുറച്ചടക്കുക. അല്ല കവുങ്ങുതോപ്പ് കച്ചവടം നടക്കോ? എവിടെ ആ കുറിപ്പ് ഒറ്റ വിലയമ്മ തൂങ്ങി നിൽക്കല്ലേ. പാർട്ടി അവരുടെ പാട്ടിന് പോയി. എന്റെ പെട്രോൾ കത്തിയത് മിച്ചം. എന്തായിടി? 2.5 മണിക്കൂറായി. ആകെ 3.25 കിലോ വിറ്റത്. കമ്മീഷൻ കൂട്ടാതെ ഈ പണി നടക്കൂല മോനെ. കമ്മീഷൻ കൂട്ടി തന്നാ പിന്നെ എനിക്ക് പണി മുതലാവില്ല മോളെ. അമ്മച്ചി എന്തിനാ കോഴിക്കട വന്നിരിക്കുന്നത്? മാണൂനെ കാണാൻ ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ ചെന്നപ്പോ നിന്റെ അപ്പൻ അതിനെ തീറ്റാൻ കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇവിടെ വന്നപ്പോ ഗൗരിയായിട്ട് ഓരോന്ന് മിണ്ടിയും പറഞ്ഞും ഇരിക്കായിരുന്നു. കൊച്ചുങ്ങളെയും കൊണ്ട് ടോണിക്കുട്ടിയും മോളിയും സിനിമാക്ക് പോയിക്കുക. ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന വെറുതെ ഓരോ മനോവിചാരങ്ങളാ. തമ്പുരുല് പേതാടി പടം. 117 രൂപ 25 പൈസ, 13 രൂപ 75 പൈസ എനിക്ക്. നിന്റെ ഒരു നക്കാപ്പിച്ച കണക്ക്. പോട്ടെ അമ്മച്ചി, ഓലമടയിൽ നടത്തുന്ന പോന്നതാ. അതിപ്പോ അവിടെ കിടന്ന് വരണ്ട് കാണും. എന്നാ ഞാനും ചെല്ലട്ടെ. അമ്മച്ചി എന്താ സിനിമയ്ക്ക് പോവാത്തത്? സിനിമ കാണുന്നൊന്നും ഇഷ്ടല്ലേ? ഓ, ഇഷ്ടക്കേടൊന്നുമില്ല, പോയില്ല അത്ര തന്നെ. മാത്തുട്ടിച്ചായനുണ്ടായിരുന്നപ്പോ മാറി വരുന്ന എല്ലാ സിനിമയ്ക്കും എന്നെയും കൊണ്ടുപോയിരുന്നു. ഇച്ചായന് സിനിമന്ന് കേട്ടാ പ്രാന്താ. കൊട്ടയ്ക്ക് കാത്ത് കയറിയാ പിന്നെ കൈകൊട്ടും മാർപ്പും ബഹളവുമായിട്ട് തീരുന്നിടം വരെ അങ്ങ് കൂടുവാ. ടോണിക്കുട്ടിയിലൂടെ സിനിമ കാണാൻ പോയോ ഒന്ന് അനങ്ങാൻ സമ്മതിക്കല. ശ്വാസം അടക്കി പിടിച്ചോണ്ട് കഷ്ടപ്പെട്ട് ഇത് എന്നാത്തിനാ കാണുന്നേ. അവനാണേ ഏറ്റവും പുറകിലുള്ള ടിക്കറ്റ് എടുക്കത്തുള്ളൂ. അതെന്തോന്നാ എല്ലാരും താഴെ ഇരിക്കുമ്പോ നമ്മള് മാത്രം മുകളിലിരിക്കുന്ന ബാൽക്കണി. അതിലിരിക്കുന്നവര് ചിരിക്കുകയില്ല, കരയുമില്ല. തീരുന്നത് വരെ ബലം പിടിച്ചോണ്ട് ഒരു ഇരിപ്പ. മാന്യന്മാരൊക്കെ അങ്ങനെയെന്ന് അവൻ പറയുന്നേ. ഓ, എനിക്കാണെങ്കിൽ പണ്ടത്തെ ഓരോ ശീലക്കേടുകളല്ലയോ. ചിരി വന്നാ ചിരിക്കണം, ആവേശം വന്നാ കൈയടിക്കണം. അതാ അവരെന്നെ കൊണ്ടുപോവാത്ത. അമ്മച്ചിയെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോട്ടെ? ഓ, തമാശല്ല, ഒരു ബലം പിടുത്തവും ഇല്ലാതെ അടിച്ച് പൊളിച്ച് ആഘോഷമായിട്ട് കണ്ടു കളയാം. പോവാ. മരിച്ചുപോയി വയറ്റാട്ടി കാർത്തു. ഡ്രൈവിംഗ് സ്കൂൾ എന്നാ അയമ്മ ഈ നാട്ടിലെ ചെറുപ്പക്കാര് പിള്ളേര് വിളിച്ചോണ്ടിരുന്നത്. നീ എന്നെ കൊണ്ട് പഴങ്കഥയുടെ കെട്ടയപ്പിക്കണ്ട. നീ പോ മോനെ ദിനേശ. ഇവിടെ വന്ന് വണ്ടിക്കറ. അവളെ കൂട്ടിക്കോ. മണപ്പള്ളിക്കാരെ പറപ്പിച്ച പോലെ പോവല്ലേ. ഇത് ഭാസ്കരനാ. കൈ എടുക്കടാ. കൈവച്ച ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും.